അസമിൽ മഴക്കെടുതി രൂക്ഷം. സംസ്ഥാനത്താകെ 257 ഗ്രാമങ്ങളെ മഴക്കെടുതി ബാധിച്ചു കഴിഞ്ഞു. 45,500-ലധികം ആളുകളെ മഴക്കെടുതി ബാധിച്ചതായി റിപ്പോർട്ടുണ്ട്. ഒരാളെ കാണാതായിട്ടുണ്ട്. വിവരങ്ങളുമായി വിഷ്ണു തലവൂരാണ് ചേരുന്നത്. വിഷ്ണു, മുൻവർഷങ്ങളിലടക്കം വലിയ ഒരു പ്രളയം അത് അസമിനെ വിഴുങ്ങിയ നമ്മൾ കണ്ടതാണ്. കാസിരംഗ അടക്കം മുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ 45,500-ഓളം ആളുകൾ ഇപ്പോൾ തന്നെ മഴക്കെടുതിയിലായിരിക്കുകയാണ്. എന്താണ് സ്ഥിതി? രൂക്ഷമാണോ? അക്ഷയ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ആസാമിൽ ഇതുവരെ ഏകദേശം 45,500-ഓളം ആളുകളെ ഈ ഒരു മഴക്കെടുതി ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഒരാളെ കാണാതായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നഷ്ടം ആസാമിൽ ഉണ്ടായിരിക്കുന്നത് ധേമാജി ജില്ലയിലാണ്. അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിലും വലിയ രൂക്ഷമായിട്ടുള്ള മഴക്കെടുതി തന്നെയാണ് അരുണാചൽ പ്രദേശിലും അനുഭവിക്കുന്നത്. ഇന്ന് അരുണാചൽ പ്രദേശിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അരുണാചൽ പ്രദേശിൽ ഏകദേശം 257-ഓളം ഗ്രാമങ്ങളെയാണ് മഴക്കെടുതി ബാധിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ ഈ അരുണാചൽ പ്രദേശിലെ പല റോഡുകളും പാലങ്ങളും തകരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നദിയിൽ കുടുങ്ങിയവരെയൊക്കെ ഇന്ത്യൻ വ്യോമസേനയുടെ ഹെലികോപ്റ്ററിലാണ് രക്ഷപ്പെടുത്തിയത്. ലോവർ ദിബാംഗ് വാലി ജില്ലയിൽ സിസിരി നദിയിലെ ദ്വീപിൽ കുടുങ്ങിയ 4 പേരെയായിരുന്നു വ്യോമസേന ഹെലികോപ്റ്ററിൽ രക്ഷപ്പെടുത്തിയത്. ഏതായാലും ഈ ഒരു വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. അക്ഷയ്, ശരി. വിഷ്ണു തലവൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.